ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓ അപ്പൊ ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ കേട്ടോ അത്. ഇതാണ് നമ്മളെ എയർപോർട്ടിന്റെ മെയിൻ എൻട്രൻസ്. ഇത് ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ഗൗതം ബുദ്ധ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ കുറേ ദൂരമായിട്ട് നമ്മൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ്, ഹൈവേ ആണ്. പിന്നെ റോഡ് ഭയങ്കര സ്മൂത്ത് എന്നല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡൊക്കെ തന്നെയാണ്. പിന്നെ സൈഡിലൊക്കെ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാം, ഫുള്ള് ത്രൂ ഔട്ട് ഇങ്ങനെ. അപ്പോൾ അതിന് സൈഡിലേക്ക് വില്ലേജുകളും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ഈ ഫ്രണ്ട് ലൈനിലൊക്കെ ഫുള്ള് ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ദൂരമായി ഇത് പോയിരുന്നു. അത്യാവശ്യം ഒരു നീറ്റായിട്ടൊക്കെ ഉള്ള ഇതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഏകദേശമൊക്കെ നമ്മുടെ ഒരു ചില ഇന്ത്യൻ സ്ഥലത്തുള്ള അതേ ഒരു ഭൂപ്രകൃതിയും അതേ ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് കേട്ടോ. അതിന് വേറെ BA എന്നൊക്കെയാണ് എൻ്റെ നമ്പർ. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് ഈ അക്കങ്ങളാണെങ്കിലും ഇവിടുത്തെ നേപ്പാളി ഇതിലാട്ടോ അക്കങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിലോമീറ്ററോളം കിടക്കാട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് അറ്റം വരെ അങ്ങനെ നീണ്ടു കിടക്കണമെന്ന് തോന്നുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വലിയ മലനിരകളൊക്കെ കാണാം. ഇപ്പം നമ്മൾ ബുത്തുവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇനിയും അവിടുന്ന് നമുക്ക് ഇനിയും പോകാനുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലാട്ടോ, വെയിലും ചൂടൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ആ ഒരു നിരന്ന ഹൈവേകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ മുന്നിൽ നമുക്ക് വലിയ മലനിരകളെ കാണാനുണ്ട്. പിന്നെ ആ മലയുടെ മുകളിൽ ഒരു കേബിൾ കാർ സ്റ്റേഷനൊക്കെ നമുക്ക് കാണാനുണ്ട്. അവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു കേബിൾ കാറിൻ്റെ ഇത് ദൂരെ, അതിപ്പോൾ ക്യാമറയിൽ കാണാണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ കേബിൾ കാർ സ്റ്റേഷനിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പൊക്കാറയിൽ നിന്ന് ചിത്വാൻ പോകുന്ന വഴിയിൽ ഒരു കേബിൾ കാറുണ്ട്, അതിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇതുവരെ ഒരു ലുംബിനി കേബിൾ കാറാണ് അത് തോന്നുന്നല്ലേ. ലുംബിനി കേബിൾ കാർ അത് ഈ സൈഡിലേക്കാണല്ലോ. അപ്പൊ ഇതിലൂടെ കറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോകണ്ടാവും, അത് അറിയില്ല. അപ്പൊ എന്തായാലും ഈ ഭാഗം വരെയും അത്യാവശ്യം ആളുകൾ ജനവാസമൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ ആ ഒരു നല്ല റോഡ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി റോഡ് കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പൊ ഇതർത്തൊക്കെ റോഡ് इधर से खराब है ना, ऐसे है ना. ओके. अब इधर അങ്ങോട്ട് റോഡ് പൊക്കാറത്തൊക്കെ ऐसे है ना. ആ പൊക്കാറ വരെ ഏകദേശം ഇങ്ങനെയാണ് റോഡ് എന്ന് പറയുന്നത്. പിന്നെ ആളുകൾ താമസം കുറഞ്ഞത് ഏകദേശം ഒരു ചുരം മാറിക്കാണത് ഇനി അല്ലേ. ചുരത്തിന് ഇപ്പം എന്താ പറയാ, ഹില്ലി ഏരിയ ഹിൽ സ്റ്റേഷൻ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ചുരം പോലെ തോന്നുന്നുണ്ട്. ഒരു ഇത് കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടോ? നദിയാണ് उसके सामने नीचे कौन सा नदी. അപ്പൊ നമ്മള് സരോജ്മാനോട് പുഴ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ആളെ ആലോചിക്കുന്നുണ്ട്, ആളെ വിട്ടുപോയി മറന്നു പോയിട്ടുണ്ട്. ടിനൗ. ആ ടിനൗ നദി ആണ് എന്നാ പറയുന്നത്.
ഇപ്പൊ ഇനി കണ്ടോ അതിന്റെ ഒരു രീതി മാറി മൊത്തത്തില്. അപ്പുറം ഇപ്പുറം വലിയ കുഴിയാണ്, താമരശ്ശേരി ചൊരാണ് ഇനി പോണത്. ഇവിടെ ഒരു പുതിയ ടണലിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോ ഈ റോഡിനുള്ള ഷോർട്ട് കട്ട് ആയിരിക്കും. സ്വരജ് ബൈക്ക് അറിയൂല എങ്ങോട്ടുള്ളതൊന്നും. എനിക്കൊന്ന് ഈ മല തുറന്നിട്ട് ഇപ്പൊ ഈ പോകുന്ന റോഡിന് ഷോർട്ട് കട്ട് ആയിരിക്കും സാധനം. പിന്നെ ഈ പോകുന്ന സൈഡിലൊക്കെ ഇനി ഉണ്ടോ ഈ താഴത്ത് നമുക്ക് പുഴയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുഴ. അപ്പൊ അതിന്റെ സൈഡിൽ നിന്ന് ഈ മലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. റോഡ് വളരെ കഷ്ടാട്ടോ. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഭാഗം ഒരു പാൽപ്പാർ ജില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഒരു ഡിസ്ട്രിക്റ്റ് ഇവിടുത്തെ. ഇതൊരു ഹൈ റേഞ്ച് ഏരിയയാണ് ഇവിടുത്തെ. ഇവിടേക്ക് ഇങ്ങനെ കയറി വരുമ്പോ നമ്മളവിടെയും നമ്മൾ ഈ ഒരു നമ്മളെ നാടുകാണി ചുരമൊക്കെ കയറുമ്പോ കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ചെറിയൊരു തണുപ്പ്, അങ്ങനത്തെ ഒരു തണുപ്പുണ്ട്. എന്തേ ലേറ്റടാ എന്താ കണ്ടില്ല? കറക്റ്റല്ലേ? ആ തണുപ്പല്ലേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഒരു ചുരം പോലെയൊക്കെയാണ് പോകുന്നത്. പിന്നെ കുറെ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് പലയിടത്തും സംഭവിച്ചതിന്റെ ബാക്കി പത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ റൂട്ടില് അവിടുന്ന് ബസ്സുകളൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ബസ്സിലൊക്കെ വരാം. ടിക്കറ്റ് അവിടുന്ന് ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പൊക്കാറയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യാം. ആ ചുരമൊക്കെ ഇങ്ങനെ കയറി വന്നിട്ടേ ഏകദേശം ഒരു കുറച്ചൊരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നല്ല ജനവാസ കേന്ദ്രമായിട്ടുള്ള സ്ഥലം നമുക്ക് ദൂരെ കാണാം. ഇവിടെ അത്യാവശ്യം ജനവാസ കേന്ദ്രം, വർക്ക്ഷോപ്പുകൾ, കുറച്ച് വീടുകൾ, ചെറിയ സ്കൂള് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വീടുകൾ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് പോകണം, ഒരുപാട് ദൂരം പോകണം. അവിടെ നല്ല കെട്ടിടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ, കുറച്ചും കൂടെ ദൂരെ. അപ്പോൾ ദൂരെ ഉള്ള ആ ഒരു ജനവാസമുള്ള സ്ഥലം എന്ന് പറയുന്നത് ടാൻസൺ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ടാൻസൺ എന്ന് എഴുതി വെച്ചാൽ നമുക്ക് ഈ ദൂരെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ പൊക്കറയിൽ പോകുന്ന വഴി ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ നമ്മൾ ചാവലും വെജ് ഖാന, അപ്പോൾ അതിൽ ഈ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട്. ഗീയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആളാണ് ഇവിടുത്തെ ആള്. പിന്നെ ചിക്കൻ ഖാന ഉണ്ട്. ചിക്കൻ ഖാന പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ചിക്കൻ കറി കൂടെ അഡീഷണൽ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയേ പൊക്കറയ്ക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഒരിടത്ത് എത്തിയപ്പോഴേ ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. ആ പുഴയ്ക്ക് കുറുകെ തൂക്കുപാലങ്ങളുണ്ട്. അപ്പോൾ വമ്പം നീളമുള്ള തൂക്കുപാലമാണ് അത്. അപ്പോൾ നമുക്ക് ഏകദേശം അതിലൂടെ നടന്നിട്ടേ ഇത് അപ്പുറത്തേക്ക് ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എന്തിനാന്ന് കുറേ നമ്മൾ ചോദിക്കണം ഇങ്ങനത്തെ. അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ നമ്മൾ അതിലൂടെ നടന്നിട്ടേ തിരിച്ചു വരാൻ. അപ്പോൾ ഇത് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ നീളം കേട്ടോ. ഇത് 1 കിലോമീറ്ററോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നത്.
ഇതിപ്പോൾ അനൂപ് കണ്ട അതിന് നടുക്കിലെത്തി പോയിട്ട് ഇവരൊക്കെ ഉണ്ട് ഇതേ കിടക്കണു. നല്ല സംഭവം, രസം സംഭവമാണ്. അപ്പോൾ നമുക്കൊന്ന് പോയേക്കാതെ വിചാരിച്ചു. നമുക്ക് കൂടെ രസമല്ലേ? ആ എന്തേ പോയി ണ്ടാ. അതാണ്, അത് അടിപൊളി എക്സ്പീരിയൻസ്. ഈ പുഴ കാണും ചെയ്യാം, നമ്മളെ അഡ്വഞ്ചറസ് ആ ഒരു സാധനം എടുക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഗ്രാമൊക്കെ കാണും ചെയ്യാം നമുക്ക്. ഗ്രാമൊന്നും കാണണ്ട, ഇത് അടിപൊളി രസമുണ്ട്. അത്യാവശ്യം പേടിയുണ്ട്. പോയോക്കല്ലേ എല്ലാരും പോരെ എങ്ങനെയുണ്ട് സംഭവം? പൊളിയാണ്. പറയ് കൂടെ പോരാ, ഇളകാതെക്കുമ്പോ അരിപത് അവിടെ എത്തി. നല്ല രസമായിട്ട് സംഭവം. എന്റെ ഫോണ് താഴെ പോയാൽ മതി. ഇത് പുഴ പറഞ്ഞല്ലേ മോനെ, സെറ്റാണ്. ഇത് അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് നടക്കണം. ഇത് ഓടിയെങ്കിലും ഇപ്പൊ ഇത് എത്തുള്ളൂ കേട്ടാ. ഇത് സംഭവം കുറെ ദൂരണ്ട്, രസമുണ്ടത്. വായോ, ഇത്ര ലെങ്ത് ഉള്ള ഒരു തൂക്കുപാലത്തിന് നമ്മളെന്തായാലും പോയിട്ടില്ല. ഇതിന് കാശൊന്നും ഇല്ല കേട്ടാ. ഇത് നമുക്ക് ഇത് ഇവിടെ വെറുതെ ഇത് എന്തിനാ ഉണ്ടാക്കി വെച്ചതെന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കണം. ഇത് ഇവിടുത്തെ കാണുക അന്യായ വ്യൂ കേട്ടോ. ഇവിടുത്തെ അന്യായ വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അവിടെ നെൽപ്പാടം കാണാൻ അങ്ങനെ തട്ടായ നെൽപ്പാടം. അത് സൈഡിലൊക്കെ ഉണ്ടോ, പുഴേൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ തട്ടായ നെൽപ്പാടം. ഇവിടെ അങ്ങനെ പോകുമ്പോൾ പുഴേൻ്റെ ശബ്ദം. അനുഭവം ഏകദേശം നടുവിലെത്തിയത് തോന്നിട്ടാ. എന്താ വെച്ചാൽ ഫ്രഷ് സാധനമാണ് ഇതിപ്പോൾ. ഇത് കാരണം നമുക്ക് ഒട്ടും പേടിക്കാതെ പോവാം, കാരണം ഫുൾ സേഫാണ്. പക്ഷെ ഇതിലേക്ക് നടക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ സാധനം അതിൽ പേടിച്ചിട്ടാണ് ആരെ കട നിൽക്കണേ. എന്താ വെച്ചാൽ വഴുക്കണമായിരിക്കണ്ടത് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോഴേ. ഇത് സാഗായിട്ട് നിൽക്കല്ലത്. അത് വീണ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് കൂടെ പോവാം. ഇത് കുറേ ഉണ്ട് കേട്ടാ. എപ്പോഴും നിന്റെ ഒരു നടുക്കിക്ക് എത്തിയിട്ടില്ല ഒന്ന്. അപ്പോഴേക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയി. പുഴയത്തെ വെള്ളമൊക്കെ കണ്ടൊരു ഗ്രീനിഷ് കളറായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്, നല്ല രസമുണ്ട്. ഞാൻ വന്നാലും ഞാൻ അപ്പുറത്തേക്ക് പോവാം. ഇനി ഫുള്ളായിട്ട് പോവാണ്. ഇനി അപ്പം നോക്കി നിൽക്കണില്ല. ഇതിലങ്ങനെ മുകളിൽ ഒക്കെ നെൽപ്പാടങ്ങളുണ്ട്. ആ മലിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെ ഇതുപോലെ തട്ടി നെൽപ്പാടങ്ങളുണ്ട്. അവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ പിടിച്ച് കെട്ടി നല്ല അടിപൊളി സ്റ്റൈൽ സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരു അടിയിൽ കണ്ടോ, അടിയിൽ ഇവിടുത്തെ ഗ്രാമവാസികൾ പുല്ലരിയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒരാടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ പുല്ലരിയുന്നുണ്ട്. ഈ മലേൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഒരു പുല്ലരിയുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു പാലം ഇവിടെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാരണം ഈ മലനപ്പുറത്ത് അത്ര ജനവാസമുള്ള സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇത്രയും ഒരു പാലം അടിപൊളിയായിട്ടൊരു സാധനം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഇനി
നമ്മുടെ ചോദ്യം. ഇത് ഈ പാലം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സ്റ്റെപ്പ് ഉണ്ട്. ഇനി എന്തെങ്കിലും അമ്പലങ്ങളുണ്ടോ എന്താ അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ നടന്ന് പോയി നോക്കാം. ഈ പാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിയാനായി, ഇപ്പോൾ ഈ അറ്റത്ത് എത്താറായി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് ഉണ്ട് ആ മലയുടെ മുകളിലേക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി നോക്കാം. അമ്പോ അറ്റെത്തിട്ടാ. അപ്പുറ സൈഡ് നമ്മൾ വന്നതേ ആണ്ടോ, അടിപൊളി. അപ്പുറത്തെ റോഡ് കൂടെ അങ്ങനെ ബസ്സൊക്കെ പോണത് കാണാം, നമുക്ക് വണ്ടിയൊക്കെ പോണത് കാണാം മലേൻ്റെ സൈഡിലൂടെ. രാജേഷേട്ടനൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. രാജേട്ടനും രാജേഷേട്ടനൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സംഭവം കയറിയിട്ടേ ഈ കയറുന്ന വഴിയും അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. അത് കയറി അത് എൻ്റെ എന്നൊരു സ്ഥലത്ത് എത്തി. പക്ഷെ അത് എത്തിയിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഇത് എന്തിനാ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഗ്രാമം ഉണ്ടാവും, അവർക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി കൊടുത്തായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഇനി ഇവിടെ എന്തെങ്കിലും ടൂറിസം ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലും വേണ്ടി ഇത് ഉണ്ടാക്കി വച്ചായിരിക്കും. എന്തായാലും നമ്മൾ അത്യാവശ്യം ഹൈറ്റ് കയറി വന്നിട്ടുണ്ട്, അതാണ് കിതയ്ക്കണത് കേട്ടോ. ആ പുഴവിടെ നിന്ന് ഇങ്ങനെ കാണാം. പിന്നെ സംഭവം നല്ല രസമായിട്ടുണ്ട്. എന്താ രാജേട്ടാ സംഭവം എന്തായാലും മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഐഡിയ കിട്ടിയില്ല ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം അത്യാവശ്യം ഒരു കാശിൻ്റെ വലിയ കാശിൻ്റെ പ്രോജക്റ്റ്. ഇവിടെ ഒരു കാട് പോലുള്ള സ്ഥലമാണ്, അതിൻ്റെ ചുറ്റും കണ്ട. ഇവിടെ ചീവീടിൻ്റെ ഒരു ശബ്ദമുണ്ട്, ഒരു കാടാണ്. അപ്പോൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നോക്കാം, എന്തേലും ഒരു സൂചന കിട്ടുമോ. ഇതൊക്കെ തന്നെയല്ല രസം. പിന്നെ ഏതെങ്കിലും അമ്മച്ചിനെ കാട് ഇറക്കാൻ പോയി ചോദിച്ചേക്കാം, അമ്മച്ചി ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ, ഏക്കിലെടുക്കി ഇതുവഴി പോണത് ദേക്കാ. അതെ അയ്യ അതെ അതൊരു പണീൻ്റെ സമയത്തേ ഇവിടെ ടെൻ്റൊക്കെ തൽക്കാലം ടെൻറ്റിൻ്റെ ഒക്കെ ഇതാക്കണോ അവശിഷ്ടമുണ്ട്. ഒരു വർക്കിൻ്റെ ടൈമിൽ ആൾക്കാർ ഇവിടെ ടെൻ്റ് അടിച്ച് കടന്നിരുന്നു പോകുന്നത്. ഇവിടുത്തെ ഇത് കൂടെ ഒരു നടവഴി ഇങ്ങനെ ഉണ്ട്, അപ്പോൾ കുറേ ദൂരത്തേക്ക്. അപ്പോൾ പിന്നെ പോരാത്തിന് വെള്ളത്തിൻ്റെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ആളുകൾക്ക് വേണ്ടിയുള്ളൊരു സംഭവം തന്നെയാണ്. ആന ഇറങ്ങിയൊന്നുമല്ലേ, ആൾക്കാരിറങ്ങിയാണ്. അത് നമ്മൾ കുറേ കൂടെ മുന്നേക്ക് ഇങ്ങനെ നടന്നു നോക്കാം. അങ്ങനെ നമ്മൾ കുറേ നടന്ന് എത്തിയിട്ടോ. എത്തി പറഞ്ഞാൽ കുറേ ദൂരം എത്തിയാനെ. ഇവിടെ വലിയ ഒരു ആൽമരമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരു അതിൻ്റെ മുകളിൽ എന്താ ഒരു അമ്പലം പോലെ അവിടെ ഒരു സാധനം. ആ മലയുടെ മുകളിലേ ഒരു അമ്പലം പോലെ ഒരു സാധനം ഉണ്ട്. ആ മലയുടെ മുകളിൽ അപ്പോൾ ആ മുകളിൽ അമ്പലത്തേക്കുള്ള ഒരു റോഡ് ഉണ്ടാക്കിയതാണോ സംശയമുണ്ട് കേട്ടോ. ഒരു ഇതിന് താഴേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചയുണ്ട്, കാരണം താഴെ കുറച്ച് വീടുകളും പരിപാടിയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് കാണാം. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. അല്ല ഇത് താഴത്തേക്ക് കൊണ്ടുപോകണം വില്ലേജിക്ക്. എനിക്ക് തോന്നുന്നു മിക്കവാറേ അവിടത്തെ വഴി ഇതാവില്ല, കാരണം ഇത് മിക്കവാറും ഇതിലേക്ക് തന്നെ ആയിരിക്കും. അതിന്റെ താഴെ അവിടെ കുറച്ച് വീടുകളും പരിപാടികളൊക്കെ ഉണ്ട്, കൃഷിയുണ്ട്. ഇതേ ഇങ്ങോട്ടുള്ള വഴി ആയിരിക്കാൻ സാധ്യതയില്ല, മറിച്ച് എന്താവും എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിലുള്ള വഴി തന്നെ ആയിരിക്കും. അമ്പലത്തിന്റെ മുകളിലുള്ള വഴി നമ്മൾ നിന്നേന്ന സ്ഥലം ഒന്ന് സ്ഥിതി ചെയ്തു, നമ്മൾ വന്ന സ്ഥലം. അതാ ആ വണ്ടി ഓടുന്ന വളരെ
അങ്ങ് ദൂരെ പൊട്ടുപോലെ കാണുന്നത് ആ മലയുടെ ആ ഭാഗത്താണ് അവിടെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നപ്പോൾ നമ്മൾ വന്നത്. അത് നമ്മളിനി ഇവിടെ നിന്ന് എന്തായാലും തിരിച്ചിറങ്ങാം. സംഭവം നല്ല രസമുള്ള പരിപാടി കേട്ടോ. അതെ അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണത് ഈ അമ്പലത്തേക്ക് അവിടെ നിന്നുള്ളൊരു വഴിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണത്. നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴേ വേറൊരു വഴി കൂടെ ഇങ്ങനെ വന്നത് കേട്ടോ. അവരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. ഇവിടെ നല്ല ഫേൺസ് വളർന്നിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാട് പോലത്തെ ഒരു വഴിയാണ്, അതിലൊരു നടവഴിയുണ്ട്. അതിലൂടെ അങ്ങനെ പോയാൽ നമ്മൾ തിരിച്ച് അവിടെ ഇങ്ങനെ എത്തും. അങ്ങനെ തിരിച്ചൊരു സ്ഥലത്ത് വരെ എത്തി. ആ കൈവഴീൻ്റെ ഒരെൻഡിലെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറം പോയിട്ടേ തിരിച്ചും കൂടെ നടന്നു വരിക. അത് തിരിച്ചും കൂടെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് കുറച്ച് കയറ്റും കൂടെയാണ്. ഇറങ്ങിപ്പോയപ്പോൾ ഇറക്കായിരുന്നു. അപ്പോൾ ഈ തൂക്കുപാലത്തും കൂടെ കയറ്റും കൂടെ ആകുമ്പോൾ കുറച്ചിങ്ങനെ സ്ലിപ്പറി ആയിട്ടുണ്ടാവും. നമ്മളെ നല്ല ഫ്രഷ് സാധനമല്ലേ, പുതിയ സാധനമല്ലേ. അപ്പോൾ കാലിങ്ങനെ സ്ലിപ്പാവുണ്ട്, ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട്. എന്നാലും നമുക്കിങ്ങനെ നടന്ന് കയറാതെ. പിന്നെ അതിൽ ക്രോസിൽ ഇങ്ങനെ കമ്പികൾ കൊടുത്തു കാരണം ഭയങ്കര സ്ലിപ്പായി വീഴുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ അനിയഞ്ചിയും മറ്റേ കേടിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അയ്യാ, ഭയങ്കര വെയിലും ഒരു മരം തണൽ പോലും ഇല്ലല്ലോ. അത് അമ്പലത്തേക്കുള്ള വഴിയാണ്. ഒരു അമ്പലം ഉണ്ട് ആ മലേൻ്റെ മുകളിൽ. ഇവിടെ വണ്ണാരൊക്കെ ഉണ്ട് കേട്ടോ. ആകെ 1/2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 368 മീറ്റർ ഉള്ളൂ ഇത്. ഇവിടെ ഒരു ബണ്ണാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇത് ബാലു പഹാഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്, ഒരു വലിയ മലയാണ് ബാലുമല. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ താഴ്വര കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ മലമടക്കുകളും താഴ്വരകളൊക്കെ കയറി നമ്മൾ ലുംബിനിയിൽ നിന്ന് പൊക്രയ്ക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ ഏകദേശം പൊക്ര എത്താനായി. താഴ്വാരത്ത് നമുക്ക് നല്ല കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ കാണാം, പുഴയോട് ചേർന്നിട്ട്. മുകളിൽ നമുക്ക് ദൂരത്തുനിന്ന് ഹിമാലയത്തിൻ്റെ മഞ്ഞ് വ്യൂ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലത്തുനിന്നും. ഏകദേശം ഇരുട്ടായി തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ ഈ ചെറിയ തണുപ്പുണ്ട്. ഇവിടെ നമ്മൾ നടന്നു പോയ പോലത്തെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ പൊക്കാറ എത്താനായപ്പോഴേ ഏകദേശം വൈകുന്നേരമായിട്ട് ഇരുട്ടായി. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ചുരത്തുനിന്ന് പൊക്കാറയുടെ നല്ലൊരു നൈറ്റ് വ്യൂ കിട്ടി. അപ്പോൾ അത് വീഡിയോയിൽ ക്ലിയർ ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ആഡ് ചെയ്തു എന്നുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫുൾ മൂണും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ആ ചുരത്തുനിന്ന് അങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഇട്ടുള്ള ആ പൊക്കാറയെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ പൊക്രയിലെത്തിയിട്ടേ അവിടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പൊക്ര സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഏരിയത്തെ സ്ട്രീറ്റാട്ടോ. കാരണം ഫുള്ള് കടകളും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ കാണിക്കാം. നമ്മൾ അതിലൂടെ ജസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് പൊക്രയിലെ. ആ ലേക്കിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ബോട്ടിങ്ങും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കുറേ തോണികളൊക്കെ കിടക്കുന്ന നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ ചുറ്റും കണ്ട ഒരു നടക്കാനുള്ള ഒരു പാത്ത് വേ ഉണ്ട്. അവിടെയൊക്കെ ചുറ്റും കടകളും പിന്നെ അതിലേക്ക് മുകളിലേക്കൊക്കെ അങ്ങോട്ട് കുറേ ബിൽഡിങ്ങുകളും. ഇവിടെ ഫുള്ള് ടൂറിസം ആണ് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ ഈ പൊക്രയിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് തോന്നുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അത് നമുക്കിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ട് മലമുകളിലൊക്കെ നല്ല ലൈറ്റുകളും അമ്പലങ്ങളുടെ ലൈറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി വന്ന മലമുകളൊക്കെയാണ് കാണുന്നത്.
നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ആ വഴിയിലൂടെയൊക്കെ നടന്നിട്ട് നമുക്ക് സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കാണാം. സ്ട്രീറ്റുകളൊക്കെ നല്ല രസമുണ്ട്. കുറച്ച് പിന്നെ അത്യാവശ്യം നീറ്റുമാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ. അത്യാവശ്യം നല്ല വൃത്തിക്ക് കാണാം നമുക്ക്. അപ്പോൾ ഇതാ പൊക്കാറ ലൈക്കിൻ്റെ ചുറ്റുള്ളൊരു പാത്ത് വേ ആണ്. അവിടെ ഒരു ഭാരതി ഘട്ട്, അവിടെ ഒരു ഡെയിലി ആരതിയൊക്കെ നടക്കുന്ന, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആരതിയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. നമ്മളെന്തായാലും ഇപ്പോൾ വന്നപ്പോൾ കുറേ ലേറ്റ് ആയിരുന്നു ഇവിടെ. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ ആളുകൾ ഇവിടെ നല്ല ഒരു തണുത്ത ക്ലൈമറ്റും കാറ്റും ഉണ്ട്. അത് കാരണം അതൊക്കെ കൊണ്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്, കുറേ ആളുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ നടന്നു പോകുന്നതിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ ഫുള്ള് കഫേകളും ബിയർ പാർലറുകൾ, ജ്യൂസ് പാർലറുകൾ ഒക്കെയാണ്. അവിടെയൊക്കെ ഇങ്ങനെ മ്യൂസിക് ഇവൻറ്റ്സും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു അങ്ങനത്തെ സ്റ്റൈലുള്ള പരിപാടികളാണ്. പിന്നെ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സെറ്റപ്പാണ് എന്തായാലും. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നീറ്റാണ്, ക്ലീനാണ്. വേസ്റ്റൊന്നും അവിടെ ഇവിടെയും പ്ലാസ്റ്റിക് കവർ അങ്ങനെയൊന്നും ഇട്ടിട്ട് വൃത്തികേടായിട്ടില്ല. സിമ്പിൾ, നീറ്റ്. ഫുള്ള് ഷോപ്പുകളൊക്കെ നല്ല ലൈറ്റപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള പരിപാടികളാണ്. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളാ ലേക്കിൻ്റെ ആ സൈഡിലൂടെ നടക്കുമ്പോഴേ ഭയങ്കര ലക്ഷറി സെറ്റപ്പ് ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്ന പാർട്ടി മൂഡന്നെ, പക്ഷെ കുറച്ച് സാധാരണക്കാരുടെ പരിപാടികളും അങ്ങനത്തെ കടകളും പാട്ടുകളും ഒക്കെ ആയിട്ട്, പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ ഈ കണ്ണ് കാണാത്ത ആളുകളുടെ പാട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ കുറച്ചും കൂടി ബിസി അല്ലേ. അത് കാരണം ഇതങ്ങനെ പരന്ന് കിടക്കട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ലേക്കിൻ്റെ ഈ സൈഡിലൂടെയുള്ള വഴി. ഇവിടെ അത്ര ലക്ഷറി ആയിട്ടുള്ള കഫേസോ ഹോട്ടൽസോ ഒന്നുമില്ല. ഇവിടെ ചെറിയ ചെറിയ കടകളും പരിപാടികളൊക്കെയാണ്. പക്ഷെ എന്നാലും ഒരു വൈബ് തന്നെയാണ്. ഇവിടെ കുറേ പിള്ളേർ ചായ കച്ചവടമൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. ചുമ്മാ 4-5 ചെയറും തീയും കത്തിക്കുക, ഒരു ഇതിൽ ജഗ്ഗിൽ ചായയും വെച്ചിട്ട് കച്ചവടത്തിനിരിക്കുക. പിന്നെ ഇവിടെ പലയിടത്തും ലൈവ് മ്യൂസിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. പിള്ളേരൊക്കെ ബാൻഡ് ഒക്കെ ഉണ്ട്, മ്യൂസിക് ബാൻഡുകൾ ഈ കഫേകളിലൊക്കെ. അയ്യോ, ഇവിടെ ചെറിയ വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ലേക്ക് സൈഡിൽ നിന്നുള്ള ആ വ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റോഡിലേക്ക് കയറി കേട്ടോ. അപ്പോൾ റോഡിൻ്റെ ഈ ഭാഗത്ത് എന്താ വെച്ചാൽ ഇവിടുത്തെ കുറേ നോൺ വെജ് ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് കടകളാണ്. മീനുകളൊക്കെ പല രീതിക്കുള്ള മീനുകൾ, ഫ്രൈ ചെയ്തത്, ചിക്കൻ, നോൺ വെജ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ കുറേ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ധാബകൾ പോലത്തെ ഒരുപാട് കടകളാണ്, പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കടകൾ അതിൻ്റെ കടകളാണ്. ഇവിടുത്തെ കുറേ അങ്ങോട്ട് അങ്ങനത്തെ കടകളാണ് ഉണ്ട്. ഇതൊക്കെ അങ്ങനത്തെ കടകൾ തന്നെ കേട്ടോ. മീന്, കബാബ്. ആ ഒരു കുട്ടി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തി.
ഇവിടെ പിന്നെ കുറേ ഈ സോനിയർ ഷോപ്പുകൾ, അതുപോലെ ഡ്രസ്സിൻ്റെ കടകൾ, ഷൂവിൻ്റെ കടകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കടകളൊക്കെയാണ് പിന്നെ ഇവിടെ വരുന്നത്. അതുപോലെ ഈ സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്ത് പറഞ്ഞാൽ ഞാൻ ഫുള്ള് ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ ഉള്ള ഷൂകളും ഷർട്ട്, ട്രാക്ക് പാൻസ്, അങ്ങനെ സാധനങ്ങൾ, ഇവിടുത്തെ സൂനിയർ സാധനങ്ങൾ, പിന്നെ അതുപോലെ സ്പാകൾ, ഡാൻസ് ബാറുകൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാട്ടോ ഒരുപാടുണ്ട്. ഈ സൈഡ് മൊത്തം അങ്ങനത്തെ പരിപാടികളാണ്. ഭയങ്കര റഷൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം ലൈവാണ് സാധനങ്ങളൊക്കെ. നീറ്റാണ്, അങ്ങനെ വേസ്റ്റ് ഒന്നും എവിടെ ഇല്ല. ക്ലീനായിട്ട് സിമ്പിളാണെങ്കിലും നീറ്റാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ രാത്രിത്തിൽ ഫുഡ് അടിച്ചു. പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. സെയിം ഫുഡ് തന്നെ, നേപ്പാളി വെജ് ഖാന. അപ്പോൾ ഇനി ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.